ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പാലക് പനീർ കറി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു കറി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഇതുപോലൊരു പാൻ ഞാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ പാൻ നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 400 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം പനീറൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാനല്പം ഫ്ലെയിം കൂട്ടി വെച്ചതുകൊണ്ട് എൻ്റെ ബട്ടർ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഈ ബട്ടറിൽ ഇതുപോലെ റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ പനീറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇത് ഒരു കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ ഒരു ചെറിയ അളവിൽ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2 അല്ലി വലിയ വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊന്ന് നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു തക്കാളിയാണ്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയതായി ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രീമി ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനിയാണ് ഇതിലേക്ക് പാലക് ചീരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ പാലക് ചീര ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പാലക് ചീരൻ്റെ ആവശ്യമില്ല, ഒരു കുറഞ്ഞ അളവിൽ മതി. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് പാലക് ചീര മിക്സാക്കി എടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരുപാട് സമയത്ത് വഴറ്റിയാൽ ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ കറിക്ക് ഒരു ഗ്രീൻ കളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് സമയം തൊട്ടിങ്ങനെ വേവിച്ചെടുക്കരുത്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം വേണം ഇത് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഇട്ട് അരച്ചെടുക്കാൻ. ഇനി അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി അതേ പാനിൽ അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ബട്ടറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഈ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പെരുംജീരകവും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത്രയും സാധനമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒരു എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇതുപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം ഈ ഒരു ഓയിലിൽ. അപ്പോൾ ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലപ്പൊടി ഞാൻ ഓൾറെഡി വറുത്ത പൊടിയായതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ആ മസാലയും ആ ഗ്രേവിയും ഒക്കെ നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലോണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല തിക്കൊരു പേസ്റ്റായിട്ടാണ് ഇത് വേണ്ടത്. നല്ലോണം വെള്ളമായി പോകാൻ പാടില്ല ഈ ഒരു ഗ്രേവി.
ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തിളച്ച് വന്നതിലേക്ക് നമുക്ക് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ കസൂരി മേത്തി ഞാൻ ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്തത് ആ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കസൂരി മേത്തിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ് ഈ ഒരു കറിക്ക്. കസൂരി മേത്തി സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഈ റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പീസ് പനീർ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ കറി സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പനീർ മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ എന്താ പാലക് പനീർ റെസിപ്പി തയ്യാറായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ അല്പം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറി നല്ലൊരു ക്രീമി ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് എരിവോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.